ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ജാവാസ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കസ്റ്റം വീഡിയോ പ്ലെയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രസ് ബാർ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഹിൻറ്റ് സഹിതം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരൊക്കെ ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തവർക്കൊരു കയ്യടി. ഓക്കെ, ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ്? കറണ്ട് ടൈമും കിട്ടിയിട്ടുണ്ട്, ഡ്യൂറേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ഹിൻറ്റ് എന്തായിരുന്നു? കറണ്ട് ടൈം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്കായിട്ട് കണക്ക് കൂട്ടാം. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ആ പരീക്ഷയുടെ ടോട്ടൽ മാർക്കായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? കറണ്ട് ടൈം അല്ലെങ്കിൽ കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ഡ്യൂറേഷൻ, അതായത് ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റ് കറണ്ട് ടൈം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വാല്യൂ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ വന്നിട്ട് നമ്മൾ വിഡ്ത്തിനകത്ത് പറയുകയാണ് എന്താണ്? നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസിനകത്താണുള്ളത് അല്ലേ? ഓൾറെഡി നമ്മളിത് കണ്ടില്ല, നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസിനകത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? നമ്മൾ ഡോളർ സൈൻ ഉപയോഗിച്ചിട്ട് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ് കറണ്ട് ടൈം, ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, കറണ്ട് ടൈം ഡിവൈഡഡ് ബൈ ഡ്യൂറേഷൻ അല്ലേ, ഇൻറ്റു ഇതിൻ്റെ പുറത്താണ് ഇടേണ്ടത്. ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ ഇൻറ്റു 100 കൊടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കൂടി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിയാലോ. 1 2 3. ഓക്കെ, നമ്മുടെ ഇതിവിടെ റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു പ്രശ്നം ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ കഴിയുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഈ ഒരു പ്രോഗ്രസ് ബാർ ഇവിടെ പക്കയായിട്ട് നമുക്ക് റണ്ണായി നിൽക്കണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെയാണ് അല്ലേ? ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ HTML ഇത് ഉണ്ടല്ലേ, അവിടെ അത് അപ്ഡേറ്റ് ആവുന്നുണ്ട്, കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, എന്ത് രസമുള്ള സ്ഥലമാണല്ലേ. ഓഹ്, ഷൂട്ട് ചെയ്ത ആൾക്കാരെ സമ്മതിക്കണം, പക്കയായിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഒരു ഷാഡോ ഒക്കെ വരുന്നുണ്ടല്ലേ. ഓക്കെ, നമ്മുടെ വീഡിയോ തീരാറായി. നേരത്തെ നമുക്ക് ഇവിടെ എത്തിയപ്പം, കഴിഞ്ഞ വീട്ടിൽ നമുക്ക് ഇവിടെ എത്തിയപ്പം നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പെർഫെക്റ്റ്. നമ്മുടെ വീഡിയോ തീർന്നപ്പം എന്ത് സംഭവിച്ചു? നമ്മുടെ ഇതും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടല്ലോ, ഇനിയിപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പം യൂസർ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൊത്തം വീഡിയോ പ്ലേ ചെയ്യുന്നതിന് പകരം നമുക്ക് ഓടിച്ചിട്ട് കാണാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ആ ഒരു HTML എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ പൊക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രസ് ബാർ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പ്രോഗ്രസ് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രസ് റേഞ്ചിനെ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നു, ലെറ്റ് പ്രോഗ്രസ് റേഞ്ച് എന്നും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വയറി സെലക്ടറിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു? പ്രോഗ്രസ് റേഞ്ച് കൊടുത്തു. ഇനിയിപ്പം ഈ പ്രോഗ്രസ് റേഞ്ചിലാണ് നമ്മൾ എന്ത് കൊടുക്കാൻ പോകുന്നത്? മറ്റൊരു ആഡ് ഈവൻ ലിസ്റ്റണർ നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രോഗ്രസ് റേഞ്ച് ഡോട്ട് ആഡ് ഈവൻ ലിസ്റ്റണറിനകത്ത് നമ്മൾ ടൈം അപ്ഡേറ്റ് ഒന്നുമല്ല, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് റൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് അപ്ഡേറ്റ് സീക്ക് ബാർ. ഓക്കെ, അപ്ഡേറ്റ് സീക്ക് ബാർ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മളിനി ഇതിനൊരു ഫംഗ്ഷൻ എഴുതണം അല്ലേ? അപ്ഡേറ്റ് സീക്ക് ബാർ. ഓക്കെ, അപ്ഡേറ്റ് സീക്ക് ബാർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന ആരാണ്? ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഈ ഈവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഞാൻ ഈവൻ്റ് ഒന്ന് എടുക്കുവാണ്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് വാല്യൂസ് നമുക്ക് അവിടെ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നു. ഇനി കൺസോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പം വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് കൺസോളിലൊന്നും കിട്ടിയില്ല. പക്ഷേ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം കണ്ടില്ലേ, നമുക്കിവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഒരു മൗസ് ഈവൻറ്റ് കിട്ടുന്നുണ്ട്. അതായത്
ഒരു ഈവൻ്റ് ആണ്, അതൊരു മൗസ് ഈവൻ്റ്. നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു നമ്മളെടുത്ത ഈ ഒരു പ്രോഗ്രസ് റേഞ്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, മൗസ് ഈവൻ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിനി കളിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഡെഡ് എൻഡിൽ ക്ലിക്ക് ചെയ്യണം നോക്കുകയാണേ. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ മൗസ് ഈവൻറ്റിനകത്ത് നമുക്ക് ഇതുണ്ടല്ലോ കുറേ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ക്ലയൻറ്റ് എക്സ്, ക്ലയൻറ്റ് 517, സ്ക്രീൻ എക്സ്, സ്ക്രീൻ വൈ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്കൊരു വാല്യൂ ഉണ്ട്, അതായത് ഓഫ്സെറ്റ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഉണ്ടോ, ഓഫ്സെറ്റ് എക്സ്. അതായത് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തത് 7ാമത്തെ പിക്സലിലാണ്. അതായത് ഇതിനൊരു ടോട്ടൽ വിഡ്ത്ത് ഉണ്ടല്ലോ, ഈ വിഡ്ത്തിൻ്റെ 7ാമത്തെ പോയിന്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇനിയിപ്പം ഞാനിവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അന്നേരം നമ്മൾ ഇവിടെ അല്ല ചെക്ക് ചെയ്യേണ്ടത്, അടുത്ത മൗസ് ഈവനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ട് നമ്മൾ ഓഫ്സെറ്റ് എക്സ് എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ല, നമ്മൾ 367 പോയിന്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങ് അറ്റത്ത് വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം, നമുക്ക് അടുത്ത മൗസ് ഈവൻ്റ് എടുത്ത് നോക്കാം. അവിടെ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഓഫ്സെറ്റ് എക്സ് എന്ന് പറയുന്നത് 766 അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഞാൻ ഈവൻറ്റ് ഡോട്ട് ഓഫ്സെറ്റ് എക്സ് എടുത്ത് വെച്ചു. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കൺസോൾ ലോഗിനകത്ത് ഞാൻ ഈവൻറ്റിനെ ഒന്ന് എടുക്കുകയാണ്. കാരണം എനിക്ക് ഒരു വാല്യൂയും കൂടി അവിടെ നിന്ന് എടുക്കാനുണ്ട്. ആ വാല്യൂ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ബാറിൻ്റെ ടോട്ടൽ വിഡ്ത്ത് കിട്ടണം. അപ്പോൾ നമ്മൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഈ ബാറിൽ എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് കിട്ടിയതുണ്ടല്ലോ 406, 233 കിട്ടി. പക്ഷേ ഇനി എനിക്കുള്ള ഒരു വാല്യൂ വേണ്ടത് ഈ ഒരു ബാറിൻ്റെ ടോട്ടൽ വിഡ്ത്ത് നമുക്ക് കിട്ടണം. അത് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, ഓൾറെഡി ബ്രൗസർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാർഗറ്റിൽ പോകണം. എന്തിൽ പോകണം, ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് അതിനെയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ടാർഗറ്റിനകത്ത് നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ക്ലയൻറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കണ്ടില്ലേ, ക്ലയൻറ്റ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂം കൂടി വേണം നമുക്കിവിടെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നു, ഇവിടെ വന്നിട്ട് ഞാൻ പറയുകയാണ് ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ക്ലയൻറ്റ് വിഡ്ത്ത്. നമുക്ക് നോക്കാം 2 വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കണ്ടില്ലേ 89-നകത്ത് 770 ടോട്ടൽ പോയിൻറ്റ് 89. നമ്മളിനി ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ 765. നമ്മൾ സൂം ചെയ്തൊക്കെ വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 77 കിട്ടി കണ്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുമ്പേ പ്രോഗ്രസ് ബാർ അപ്ഡേറ്റ് ചെയ്തതുപോലെ നമുക്ക് ഇവിടെയും കുറച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വേരിയബിളിനെ ഞാൻ എന്ത് കൊടുത്തു, കറൻറ്റ് പോയിൻ്റ് എന്നും പറഞ്ഞു കൊടുത്തു. കാരണം നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിനെയാണ് ഞാൻ കറൻറ്റ് പോയിൻ്റ് എന്നും പറഞ്ഞ് ഉദ്ദേശിച്ചത്. അവിടേക്ക് ഞാൻ ഇതിനെ കൊടുത്തു. രണ്ടാമത്തെ വേരിയബിളിനെ ഞാൻ പറയുകയാണ് നമ്മുടെ പ്രോഗ്രസ് ബാർ വിഡ്ത്ത് അല്ലേ, അപ്പോൾ ഞാൻ പറയുകയാണ് പ്രോഗ്രസ് ബാർ വിഡ്ത്ത് എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വാല്യൂവിനെ ഞാൻ എടുത്ത് കൊടുത്തു. ഓക്കെ, എന്ത് കാൽക്കുലേഷനാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടോട്ടൽ വിഡ്ത്തിനകത്തുള്ള, അതായത് 770-നകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടുമല്ലോ, ഈ 89, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടുമല്ലോ, അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് വാല്യൂ ആണ് നമ്മൾ ഇനി കണക്ക് കൂട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഞാൻ പറയുകയാണ് ലെറ്റ് കറൻറ്റ് റേഞ്ച് എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, കറൻറ്റ് റേഞ്ച് ഈസ് ഈക്വൽ ടു, ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തത്, ഓക്കെ, എവിടെയാണോ ക്ലിക്ക് ചെയ്തത് ഡിവൈഡഡ് ബൈ ടോട്ടൽ വിഡ്ത്ത്, പ്രോഗ്രസ് ബാറിൻ്റെ ടോട്ടൽ വിഡ്ത്ത് ഇൻറ്റു 100 അല്ല ഇപ്രാവശ്യം കൊടുക്കേണ്ടത്, ഇൻറ്റു നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഇല്ലേ, വീഡിയോ ഡോട്ട് ഡ്യൂറേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഈ ഒരു വാല്യൂവിനെ നമുക്കൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് കറൻറ്റ് റേഞ്ച്. അപ്പം നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ 8, 21, 32. ഞാൻ മുമ്പേ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മളിത് പെർസെൻറ്റേജ് അല്ല നമ്മളിവിടെ കണക്കാക്കുന്നത്. നമ്മളിവിടെ കണക്കാക്കുന്നത് ആ ടോട്ടൽ വീഡിയോ എന്ന് പറയുന്നത് 51 സെക്കൻഡാണ്. ആ 51 സെക്കൻഡിനകത്തുള്ള ഏത് സെക്കൻഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല 1ാമത്തെ സെക്കൻഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇനി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല 51ാമത്തെ സെക്കൻഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. നമ്മൾ പെർസെൻറ്റേജ് അല്ല കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു വീഡിയോ ഡ്യൂറേഷൻ കൊടുത്തത് കേട്ടോ.
അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് 51ാമത്തെ സെക്കൻഡിൽ ക്ലിക്ക് ചെയ്തപ്പം വീഡിയോ വന്നിട്ട് എവിടെ വന്നു? 51ാമത്തെ സെക്കൻഡിലേക്ക് വരണം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ വന്നിട്ട് ഇവിടെ മുതലാണ് 29ാമത്തെ സെക്കൻഡ് മുതലാണ് പ്ലേ ആവേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊരു കിടിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് വീഡിയോയ്ക്ക് തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് വീഡിയോ ഡോട്ട് കറൻറ്റ് ടൈം എന്ന് പറയുന്ന ഒരു ഇൻബിൽറ്റ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഓക്കെ, വീഡിയോ ഡോട്ട് കറൻറ്റ് ടൈം. കാരണം ഈ കറൻറ്റ് ടൈം എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത വേരിയബിളൊന്നുമല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്തത് കറൻറ്റ് പോയിൻ്റാണ്. അപ്പോൾ ഈ കറൻറ്റ് ടൈം എന്ന് പറയുന്നത് വീഡിയോയുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? ഈ ഒരു കറൻറ്റ് റേഞ്ചിനെ നമുക്കവിടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കറൻറ്റ് റേഞ്ച് പറഞ്ഞു കൊടുത്തു. ഇനി ഞാനിവിടെ ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങി. ഓക്കെ, നമ്മുടെ ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പം കണ്ടില്ലേ, ആ പ്രോഗ്രസ് ബാർ അവിടേക്ക് ഓടി വരുന്നുണ്ടോ? കണ്ടില്ലേ? ഓക്കെ ഓക്കെ, കണ്ടില്ലേ? ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് പോകുമ്പോഴോ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലേ? കറക്റ്റ് ആ ഒരു ക്ലിക്ക് ചെയ്ത പോയിന്റിലല്ല അത് വരുന്നത്. കണ്ടോ? നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നല്ലേ വരേണ്ടത്, പക്ഷേ നമ്മൾ മുമ്പോട്ട് പോകുമ്പം അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. കണ്ടോ? തിരിച്ച് പോകുമ്പം അത് പക്കയായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ഇന്നത്തെ ടാസ്ക് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ ടാസ്ക്. കുറച്ച് ട്രിക്കിയാണ് ആക്ച്വലി, പക്ഷേ നിങ്ങൾ എന്നോടൊപ്പം യാത്ര ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് ശ്രമിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. കിട്ടാത്തൊരു പ്രശ്നമില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ റിസൾട്ട് തരുന്നതായിരിക്കും കേട്ടോ. എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് ഈ ഈവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ക്ലൈൻറ്റ് വിഡ്ത്ത് ആണ് ആക്ച്വലി പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം നമ്മളിവിടെ വന്ന് നമ്മൾ ഇൻസ്പെക്ട് എലമെൻറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് കാര്യമുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഇൻസ്പെക്ട് എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രസ് റേഞ്ചും ഉണ്ട്, പ്രോഗ്രസ് ബാറും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ചിലപ്പം പ്രോഗ്രസ് റേഞ്ച് ആയിരിക്കാം എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം പ്രോഗ്രസ് ബാർ ആവാനും സാധ്യതയുണ്ട്. ഇതാണ് ഹിൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നിങ്ങളിവിടെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.